إنه كان طبيبا وأديبا وفيلسوفا أندلسيا اشتهر بقصته الشهيرة التي تعد من أعظم أعمال القصة الفكرية في العصور الوسطى والهدف منها الوصول إلى معرفة الخالق والإيمان به. അതായത് നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. ഇവിടെ അതായത് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരുപാട് ഹിന്റുകളുടെ ക്വസ്റ്റ്യനത്തിനുണ്ട്. അതായത് ഫൈലസൂഫൻ അന്തലുസി എന്ന് പറഞ്ഞാൽ തന്നെ അന്തലുസിലുള്ള ഒരു ഫൈലസൂഫ്, അതുപോലെ തന്നെ തൊബീബായിരുന്നു, ഒരു അവിടുത്തെ ഒരു വസീറാകുന്ന ഒരു ഭരണാധികാരിയായിരുന്ന ഒരാളുടെ തൊബീബായിരുന്നു എന്നൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഒരാളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഇബ്നു അബ്ദുർ റബ്ബ് ആണെങ്കിലും ഇബ്നു ഹസ്മ ആണെങ്കിലും ഇബ്നു തുഫൈൽ ആണെങ്കിലും ഇബ്നു ഷുഹൈദ് ആണെങ്കിലും നാലാളുകളിലും ഈ ഖിസ്സ അശ്ശഹീറത്തിൽ മിൻ ആലമിൽ അഅ്മാൽ ഖിസ്സത്തുൽ ഫിക്രിയ്യ ഫിൽ ഉസൂറിൽ വുസ്ത, അതായത് ഒരുപാട് ചിന്താപരമായിട്ടുള്ള ഐഡിയോളജിക്കൽ പരമായിട്ടുള്ള ഒരു ഖിസ്സ, ഒരു സ്റ്റോറിയുടെ ഏറ്റവും ആ സ്റ്റോറികൾപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ള മഷ്ഹൂറായ സ്റ്റോറി എഴുതിയിട്ടുള്ള ഒരാൾ കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത് ഇബ്നു തുഫൈലാണ് അദ്ദേഹത്തിന്റെ ഹയ്യ് ഇബ്നു യഖ്ളാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ചാണ് പറഞ്ഞതെന്നും ഈ തൊബീബ് അദീബ് എന്നത് കൊണ്ടത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു തുഫൈലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇബ്നു അബ്ദുർ റബ്ബ് ആണെങ്കിലും ഇബ്നു ഹസ്മ ആണെങ്കിലും ഇബ്നു ഷുഹൈദ് ഇവരൊന്നും തൊബീബ് എന്നുള്ള ഇവരൊക്കെ സാഹിത്യകാരന്മാരാണ്. നസറുൽ കിതാബുണ്ട്, ഷെയറുൽ കിതാബുണ്ട്, ഒക്കെ ഓക്കെയാണ്. പക്ഷെ തൊബീബ് എന്ന ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇബ്നു തുഫൈൽ മാത്രമാണ്. ഓക്കെ, തൊബീബും സാഹിത്യകാരനും കൂടെ ആയിരുന്ന ഒരാളാണ് ഇബ്നു തുഫൈൽ എന്നുള്ളത്. അപ്പൊ ഇബ്നു തുഫൈലിനെ കുറിച്ചാണ് ഫൈലസൂഫൻ മുഫക്കിറൻ ഖാദിൻ ഫലക്കിയൻ തൊബീബൻ വശാഇറൻ അറബിയൻ അന്തലുസിയൻ ഇഷ്തഹറ ബികിതാബിഹി ഹയ്യ് ഇബ്നു യഖ്ളാൻ. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഖിസ്സത്ത് ഷഹീറ എന്ന് പറയുന്ന മഷ്ഹൂറായ ഖിസ്സ എന്ന് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ ഹയ്യ് ഇബ്നു യഖ്ളാൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥാണ്. الذي حاول فيه التوفيق الفلسفية بين المعرفة العقلية والمعرفة الدينية. അതായത് ദീനീപരമായി മതപരമായിട്ടും ഭൗതികപരമായിട്ടും നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആ മാരിഫത്ത്, ഇതിന് നമ്മളിടയിൽ ഫിലോസഫിക്കലായിട്ട് അതിനെ നമ്മൾ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒന്നാണെന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചൊരു ഗ്രന്ഥമാണ് ഹയ്യ് ഇബ്നു യഖ്ളാൻ. അപ്പൊ ഇതിന്റെ ഇങ്ങനത്തെ ഒരു ആൻസർ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഉത്തരമാണ് കേട്ടോ ഇബ്നു തുഫൈൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഹൽ ഖാദറ ശുഅറാ മിൻ മുതറദ്ദിമി അം ഹൽ അറഫ്ത ദാറ ബഅദ തബഹുമി. ഈ ബൈത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഈ ബൈത്ത് ആരതാണ് നമുക്കറിയാം. അൻതറദ് ഇബ്നു ഷദാദിന്റെ മുഅല്ലഖയിലെ ആദ്യത്തെ ബൈത്താണ്, മീമിയാണ്. ബഹറുൽ കാമിലാണ്, മുഅല്ലഖയാണ് ഫസ്റ്റത്തെ ബൈത്താണ്, മീമിയാണ്. ബഹറുൽ കാമിലാണ്, അൻതറിന്റെതാണ്, ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതിന്റെ ഈ ബൈത്തിന്റെ അർത്ഥം എന്താണ്, അറബിയിൽ തന്നെ അതിന്റെ ആശയം മനസ്സിലാക്കുക. ആശയം എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഓപ്ഷൻ ലം യത്റുകു ശുഅറാ മിനൽ മആനി ഇല്ലാ വഖദ് തനാവലുഹ. അതായത് ശായര്യങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, ഒരു മാനയും ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ലാ വഖദ് തനാവലുഹ, അതിന് അവരത് ഉപയോഗിച്ചിട്ടില്ല. അതായത് അവരുടെ ഷെയറുകളിൽ ആ കാലത്തെ ശായര്യങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള ആശയങ്ങൾ മാനകൾ ഉണ്ടോ അതൊക്കെ അവരുടെ ഷെയർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ഇതാണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. രണ്ടാമത് ലഖദ് ഖാദറ ശുഅറാ വതനഖലു മിൻ മകാനിൻ മുതറദ്ദിബിൻ. അതായത് ആ ഒരു സ്ഥലത്ത് മുതറദ്ദിം എന്ന നാട്ടിൽ നിന്ന് അവരൊക്കെ വിട്ടുപോയി, അവർ വേറെ നാട്ടിലേക്ക് പോയി, അതാണ് അർത്ഥം. നേരെ ലോഹർ നമുക്ക് മനസ്സിലാകുന്നതാണ് അല്ലെ, ഖാദറ ശുഅറാ മിൻ മുതറദ്ദിബിൻ അം ഹൽ അറഫ്ത ദാറ ബഅദ തവഹുമി എന്നുള്ളതാണ്. ഓക്കെ, ലം യുഗാദിറ ശുഅറാ അമാകിനഹും. വേറെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, വേറെ ഓപ്ഷൻ ലം യുഗാദിറ ശുഅറാ അമാകിനഹും എന്നുണ്ട്, ലം യുആലിജ് ശുഅറാ മആനി കസീറ എന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലം യത്റുകു ശുഅറാ മിനൽ മആനി ഇല്ലാ വഖദ് തനാവലുഹ. അതായത് ശായര്യങ്ങൾ ഒരു മാനയും ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ലാ വഖദ് തനാവലുഹ, അതിനെ അവർ ആദ്യം തന്നെ അതിനൊക്കെ അവരുടെ ഷെയറുകളിൽ കൊണ്ടുവന്നിട്ടില്ല, അത് ഉപയോഗിച്ചിട്ടല്ലാതെ. ഓക്കെ, അപ്പൊ നമുക്ക് ബൈത്ത് ഒന്നുകൂടെ നോക്കാം. ഹൽ ഖാദറ ശുഅറാ മിൻ മുതറദ്ദിമി അം ഹൽ അറഫ്ത ദാറ ബഅദ തവഹുമി. അപ്പോ ഇതില് ലോഹിർ നിൽക്കുന്ന അർത്ഥം എന്താ വെച്ചാൽ മുത്തറദ്ദിമിൽ നിന്ന് ശായര്യങ്ങളൊക്കെ വിട്ടുപോയോ, അത് ആ മുത്തറദ്ദിം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നാട് വിട്ടുപോയോ എന്നാണ് ലോഹിറിൽ മനസ്സിലാകുന്നത്. പക്ഷെ അതിന്റെ കറക്റ്റ് ആശയം എന്താ വെച്ചാല് മുഴുവൻ ശായര്യങ്ങളും എല്ലാ മാനകളെയും ഉപേക്ഷിച്ചിട്ടുണ്ട്, ഒരു മാനയെ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു മാനയെ അവർ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മിൻ കിബാരി റുവാദിൽ അദബിൽ അറബി അല്ലഫ മൗസുഅത്തൻ കാമിലത്തൻ ഖദമ ഫീഹ അൽ മശ്ഹദുൽ ഫിക്രി വസ്സഖാഫി ഫിൽ ഇസ്ലാമി അബ്റ ഖുറൂനി ഇദ്ദത്തിൻ വഹിയ മൗസുഅത്തുൻ മുതകവ്വിനത്തുൻ മിൻ സിൽസിലത്തിൽ കുതുബി തകശഫ അൻ മഅരിഫത്തിൻ അമീഖ ബിൽ മഅറൂഫ് അദ്ദീനി വൽ അദബി മിൻ മൻദൂർ അഖ്ലാനി. അതായത് നമ്മളെ ആറാമത്തെ യൂണിറ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കിതാബുകൾ 17 കിതാബുകളുണ്ട്. അതിൽ അഹ്മദ് അമീന്റെ ഫജ്റുൽ ഇസ്ലാമി, റുഹൽ ഇസ്ലാമി, ളുഹുറുൽ ഇസ്ലാമി, ഈ 3 കിതാബുകളും ചർച്ച ചെയ്യുന്ന സംഭവമാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അത് അങ്ങനത്തെ സാഹിത്യകാരൻ ആരാണെന്ന് ചോദിക്കുന്നത്.
من كبار رواد الأدب الأربعة ألف موسوعة كاملة قدم فيها المشهد الفكري والثقافي في الإسلام عبر قرون عدة. ഒരുപാട് നൂറ്റാണ്ടുകൾ ഒരുപാട് നൂറ്റാണ്ടുകളിലൂടെയുള്ള ഇസ്ലാമിന്റെ ചരിത്രപരമായ അതുപോലെ തന്നെ ചിന്താപരമായിട്ടുള്ള ഒരുപാട് എന്താ കാഴ്ചകളെ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളെ നമുക്ക് സമർപ്പിച്ചു തന്ന ഒരു മൗസുഅത്തുൻ കാമില, ഒരു വിശാലമായിട്ടുള്ള ഒരു ഗ്രന്ഥം അത് രചിച്ച സാഹിത്യകാരൻ നമുക്കറിയാം. ഫജ്റുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ജാഹിലിയ കാലം മുതൽ, അതുപോലെ തന്നെ അത് ഓരോ കാലഘട്ടമാണല്ലോ, ജാഹിലിയ കാലം മുതൽ ഖുലഫാ റാഷിദിന്റെ അവസാനം വരെ, പിന്നെ ഖുലഫാ റാഷിദിന്റെ അവസാനം മുതൽ അബ്ബാസി ഖിലാഫത്തിന്റെ ഒരു ഘട്ടം വരെ, ഒരു മുത്തവക്കിലിന്റെ ഘട്ടം മുതൽ വേറെ ഘട്ടം വരെ, അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇസ്ലാമിന്റെ ചരിത്രം വിശദീകരിച്ച ഗ്രന്ഥങ്ങളാണ് നമ്മുടെ അഹ്മദ് അമീന്റെ ഫജ്റുൽ ഇസ്ലാം, റുഹൽ ഇസ്ലാം, ദുഹൂറുൽ ഇസ്ലാം. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം കൂടെ ഓർത്ത് വെക്കുക. അഹ്മദ് അമീനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. വഹിയ മൗസുഅത്തുൻ മുതകവ്വിനത്തുൻ മിൻ സിൽസിലത്തിൽ കുത്തുബാണ്, ഒരുപാട് കിതാബുകളുടെ പരമ്പരയാൽ ഉണ്ടായ മൗസുഅത്തുൻ തകശഫൻ മാരിഫത്തിൻ അമീഖ, ഒരുപാട് ആഴത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്നിട്ട് ഓൾറെഡി പരിചയപ്പെടുത്തുന്നത് എന്നുള്ള ഗ്രന്ഥമാണ്. അഹ്മദ് അമീൻ, നമുക്കറിയാം അഹ്മദ് അമീൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സോറി. അപ്പൊ അഹ്മദ് അമീന് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം കൂടെ പഠിച്ചൊക്കെ നന്നാവട്ടെ. കാരണം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ദുഹൽ ഇസ്ലാം, ദുഹൂറുൽ ഇസ്ലാം പറഞ്ഞിട്ട് 3 പുസ്തകങ്ങൾ നമുക്ക് ഏതായാലും 6 യൂണിറ്റിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അഹ്മദ് അമീന്റെ ജീവചരിത്രം കൂടെ ഒന്ന് പഠിച്ചൊക്കെ നന്നാവും. 886 ജനിച്ചു, 954 അദ്ദേഹം മരണപ്പെട്ട. അദ്ദേഹത്തിന്റെ ഹയാത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സീറാദാത്തി ഉണ്ട്. അതല്ലാത്ത ഒരുപാട് ഗ്രന്ഥങ്ങൾ അഹ്മദ് അമീൻ ഉണ്ട്. അദ്ദേഹം മുമ്പ് സിലബസിൽ അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാനുണ്ടായിരുന്നു. സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ തന്നെ നഖദിന്റെ ഒക്കെ പാട്ടിൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണ്ടായിരുന്നു. പിന്നെ പഴയ സിലബസ് മാറ്റിയതാണ്. അപ്പൊ അഹ്മദ് അമീനെ കുറിച്ച് ചോദിക്കാൻ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ് അഹ്മദ് അമീൻ എന്ന് പറയുന്നത്. അതിന് അദ്ദേഹത്തിന് ഫജ്റുൽ ഇസ്ലാം ഉണ്ട്, ദുഹൽ ഇസ്ലാം ഉണ്ട്, ദുഹൂറുൽ ഇസ്ലാം ഉണ്ട്, യൗമുൽ ഇസ്ലാം ഉണ്ട്. ആ യൗമുൽ ഇസ്ലാം എന്നുള്ളത് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. യൗമുൽ ഇസ്ലാം എന്നുള്ള ഗ്രന്ഥം കൂടെ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ 4 ഇസ്ലാമിക് എന്താ പറയാ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന 4 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. ഇനി 65ാമത്തെ ഇൽമുൽ ബലാഗയുമായി ബന്ധപ്പെട്ട സംഭവം കേട്ടോ. ഇൽമുൽ ബലാഗയിലെ മുഖാബല, അതായത് നമുക്കറിയാം ഇൽമുൽ ബദിയ മുഹ്സനാത്തുകൾ, മുഹ്സനാത്തുൽ ലഫ്ലിയ ഉണ്ട്, മുഹ്സനാത്തുൽ മഅനവിയ ഉണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ് മുഖാബല എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ താഴെ തന്നിരിക്കുന്ന 4 ബൈത്തുകളിൽ ഏതാണ് മുഖാബല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോ ബൈത്തുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. ഞാൻ നേരെ ആൻസറിലേക്ക് പോവാം. അതായത് ഒന്നാമത് നമുക്ക് നോക്കാം. അസൂറുഹും വസവാദുൽ ലൈലി യശ്ഫഉലി വഅൻസനി വബയാദു സുബ്ഹി യഗ്രിബി. നമുക്കൊരു മുഖാബലയും അതുപോലെ തന്നെ തിബാക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള നല്ല ചാൻസ് ഉള്ള സംഭവമാണ് തിബാക്കും മുഖാബലയും. തിബാക്കും മുഖാബലയുടെ വ്യത്യാസം മനസ്സിലാക്കാം. തിബാക്ക ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ തിബാക്കായി. മുഖാബല ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ പോരാ, 2ഓ അതിൽ കൂടുതലോ കാര്യങ്ങൾ എന്ന് പറയും. എന്നിട്ട് അതേ തർത്തീബിൽ 2ഓ അതിൽ കൂടുതലോ കാര്യങ്ങളെ കൊണ്ട് ആ ഓരോന്നിന്റെയും ഓപ്പോസിറ്റ് പറയും. നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ സവാദുല്ലൈലി, രാത്രിയുടെ ഇരുട്ട്. അപ്പൊ 2 സവാദ് ഉണ്ട്, ലൈലുണ്ട്, 2 കാര്യങ്ങളുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബയാദു സുബഹി. കാരണം സവാദിന്റെ ഓപ്പോസിറ്റ് ബയാദ്, ലൈലിന്റെ ഓപ്പോസിറ്റ് എന്താ പറയാ സുബഹ്. അപ്പൊ 2 അതിൽ കൂടുതൽ, ചിലപ്പോൾ മിനിമം 2 ഉണ്ടാവും, അതിൽ കൂടുതലോ കാര്യങ്ങൾ വരും. അതേ തർത്തീബിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്നതിനാണ് മുഖാബല എന്ന് പറയുന്നത്. തിബാക്ക് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, ഒരു സംഭവം പറഞ്ഞിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ തന്നെ അതിന് ഇപ്പൊ യുക്മിനൂൻ ലാ യുക്മിനൂൻ, ഓക്കെ, അല്ലെങ്കിൽ സവാദ് ബയാദ്, ഇത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ തിബാക്കാണ്. 2ഓ 3ഓ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതേ തർത്തീബിൽ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയുമ്പോഴാണ് മുഖാബല ആകുന്നത്. പലപ്പോഴും മാറാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് മുഖാബലയും തിബാക്കും നിങ്ങൾ. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോകാം. അതായത് ഇതാണോ അശ്ശാഇറുൽ അറബി ശുക്റുല്ലാഹിൽ ജർ എന്തമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ടേം എക്സാമില്, കഴിഞ്ഞ ജൂൺ എക്സാമില് യൂണിറ്റ് 8 എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ശുക്റുല്ലാഹിൽ ജർ എന്നത് ഏത് സംഘടനയുടെ ആളായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് 4 സംഘടനകളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഉസ്ബത്തുൽ ഉൻദുലുസിയ, ജമാഅത്ത് അപ്പോളോ, മദ്രസത്തുൽ ദീവാൻ, റാബിത്തത്തുൽ ഖലമി. ഓരോന്നും ഏത് വർഷമാണ് രൂപീകരിച്ചത്, ആരാണ് അതിന്റെ ഫിക്ര ആദ്യമായിട്ട് രൂപീകരിച്ചത്, ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്, ആദ്യത്തെ സെക്രട്ടറി ആരാണ്, അത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെ നിലനിന്നു, ഏത് രാജ്യത്താണ് അത് രൂപീകരിച്ചത്, അതിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, ഇത്തരത്തില് ഓരോ സംഘടനകളെ കുറിച്ച് ഒരുപാട് ഏരിയകൾ പഠിക്കാനുണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ച ദിവസം ശുക്റുല്ലാഹിൽ ജർ ഏത് സംഘടനയുടെ ആളാണ്. ഉസ്ബത്തുൽ ഉൻദുലുസിയ നമുക്കറിയാം. കാരണം ഉസ്ബത്തുൽ ഉൻദുലുസിയ എന്നാണ് 1933 ബ്രസീലിലെ സാൻപോളോ എന്ന് പറഞ്ഞ സ്ഥലത്ത് രൂപീകരിച്ച സംഘടനയാണ് ഉസ്ബത്തുൽ ഉൻദുലുസിയ.
അതന്നെ ഈ ഷുക്റുല്ലാഹിൽ ജർ എന്ന് മീഷൽ മാലൂഫാണ് അതിന്റെ ആദ്യത്തെ റئീസ്, ആദ്യത്തെ പ്രസിഡന്റ് എങ്കിലും അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കണം. അതായത് ലബനാനിൽ നിന്നും സിറിയയിൽ നിന്നൊക്കെ വന്ന അറബ് സാഹിത്യകാരന്മാർ ബ്രസീലിൽ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സംഘടന രൂപീകരിക്കണം എന്നുള്ള ചിന്ത, ആ ഒരു ഫിക്ര ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത് എന്താണ് നമ്മുടെ ഷുക്റുല്ലാഹിൽ ജറാണ്. അപ്പൊ അദ്ദേഹം സുദുലുസിന്റെ ആളാണെന്നുള്ള ഒരു തർക്കവുമില്ല. അതിന്റെ ആളാണെന്നല്ല, അതിന്റെ ഏറ്റവും എന്താ പറയുക ആ സംഘടനക്ക് ബീജാവാപം നൽകിയ ഒരാൾ കൂടെയാണ് ഷുക്റുല്ലാഹിൽ ജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു നെഹ്വിയ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, യൂണിറ്റ് 10 ഒരു ഭാഗമായിട്ടുള്ള ഗ്രാമർ ബന്ധമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹദ്ദിദിൽ ബാഅ ഫി വഖഫ ബില്ലാഹി വലിയ. ഇവിടെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ആൻസർ നേരത്തെ കാണിച്ചിട്ടുണ്ട്. എന്താ സാറേ, ഓക്കെ, വഖഫ ബില്ലാഹി. അപ്പൊ നിങ്ങൾ ആൻസർ ആണ്, ഞാൻ എങ്ങനെയാണ് ആൻസർ ആയത്, ബാക്കിയുള്ള ആൻസറുകൾ എന്തുകൊണ്ട് തെറ്റാണെന്നുള്ള ആ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആൻസർ അങ്ങനെ കാണിച്ചത്. ഓക്കെ, അപ്പൊ വഖഫ ബില്ലാഹി വലിയ എന്നുള്ളതിന്റെ അർത്ഥം എന്താ ശരിക്കും? വഖഫ ബില്ലാഹി, അള്ളാഹു മതി എന്തായിട്ട്, വലിയ ഒരു സഹായിയായിട്ട്. അങ്ങനെ ഇതാണല്ലോ അർത്ഥം. അപ്പൊ ശരിക്ക് കഫ എന്നുള്ള ഫേലിന്റെ ഫായില് ശരിക്ക് അള്ളാഹു എന്നുള്ളതാണ്. കഫല്ലാഹു എന്നുള്ള അർത്ഥം, അള്ളാഹു മതിയായവനാണ്, അള്ളാഹു മതി വലിയ ഒരു സഹായിയായിട്ട്. അപ്പൊ അള്ളാഹു എന്നുള്ളത് ശരിക്കും എന്താണ് ഇവിടെ ഫായിലാണ്. അപ്പൊ ബില്ലാഹി എന്നുള്ള ബാ എന്തിനു വന്നതാ? ബാ അസ്ലിയാൻ പറ്റൂല. കാരണം എന്താണ്, അള്ളാഹുവിനെ കൊണ്ട് എന്നല്ലല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാ ഖസമി, സത്യം ചെയ്യുന്ന വാവല്ല. ബാ ഉൽ ജാറ, ജറ ചെയ്യുന്ന ബാ എന്നുള്ളത് അതുമല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? ബാ സായിദ, സായിദായ ബാവും ജറ ചെയ്യും എന്നുള്ളത് ശരിയാണ്. കാരണം കഫ ബില്ലാഹി, ബാ ജറ ചെയ്തു, ജറ ചെയ്യുന്ന ബാ തന്നെയാണ്. പക്ഷെ ജാറത്തായ ബാ എന്നുള്ളത് എല്ലാ ബാവും ജറ ചെയ്യും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്ത് ബാ ആണെന്നാണ്. അസ്ലിയായ ബാ ആണോ, ഖസമിയായ ബാ ആണോ, സായിദായ ബാ ആണോ? ഈ മൂന്നെണ്ണത്തിന് ചാൻസ് ഉള്ളൂ. നാലാമത്തെ ഒരിക്കലും ഉത്തരാൻ ചാൻസ് ഇല്ല. കാരണം ജാറത്തായ ബാ അല്ലാത്ത ജറ അല്ലാത്ത വേറെ ബാ ഉണ്ടാവും. ഖസമിന്റെ ബാ ആണെങ്കിലും അസ്ലിയായ ബാ ആണെങ്കിലും സായിദായ ബാ ആണെങ്കിലും ഒക്കെ അത് ജറ ചെയ്യും. അപ്പൊ അതെന്തായാലും എല്ലാം ഉത്തരം എല്ലാം നമുക്ക് ഉറപ്പാണ്. പിന്നെ ബാക്കി മൂന്നെണ്ണാണ് ചാൻസ് ഉള്ളത്. 1, 2, 3. അസ്ലിയായ ബാ ആകുമ്പോ അതിനെ അർത്ഥം കഫ അള്ളാഹുവിനെ കൊണ്ട് വലിയ സഹായിക്കണം. അത് നമുക്ക് ശരിയാ മനസ്സിലാണില്ല. ഖസമി എന്നാൽ അള്ളാഹു ആണ് സത്യം വലിയൻ, അതും ഒരിക്കലും കൂടെ അർത്ഥം ശരിയാണല്ലേ. മറിച്ച് എന്താണ്, അള്ളാഹു മതിയായവനാണ് വലിയൻ, വലിയായിട്ട് സഹായിയായിട്ട്. അപ്പൊ അള്ളാഹു എന്നുള്ളത് എന്താണ് ഫായിലാണ്. അവിടെ ബാ എന്താണ്? സായിദായ ബാ ആണ്. ഒരർത്ഥമില്ല. ജെറയും അത് ഏത് ബാ എന്നാലും ജെറയും, സായിദാണെങ്കിൽ അസ്ലാണെങ്കിൽ ജെറയും. ജെറയൊക്കെ നോക്കുന്നില്ല, അതിനൊരു അർത്ഥമില്ല, ഒരു മാനല്ല. അതുകൊണ്ട് തന്നെ ബാ ഇല്ലെങ്കിലും ബാ ഉണ്ടെങ്കിലും ഇവിടെ സെയിം ആയതുകൊണ്ട് ഈ ബായിനെ പറ്റി ബാ സായിദ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ബാ സായിദ എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ഒരു 4 സ്ഥലങ്ങൾ എന്ന് പരിചയം, 3 സ്ഥലങ്ങൾ ബാ സായിദായിട്ട് വരുന്ന 3 സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് നോക്കാം. ഒന്ന്, ഇതാ ദഖലത്ത് അല ഖബരി ലൈസ മ. ഈ ലൈസ അതുപോലെ തന്നെ മനഫി ഇയാളുണ്ടല്ലോ, ലൈസൽ എന്താ പറയാ, എന്താ പറയാ, ലൈസ സുഹൈലുൻ ആലിം, സുഹൈല് ആലിമല്ല, അല്ലെങ്കിൽ മാ സുഹൈലുൻ ആലിമൻ, സുഹൈൽ ആലിമല്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെയൊക്കെ ഖബറില് ഇതിനൊരു ലൈസക്കും മാകൊക്കെ ഒരു ഇസ്മ ഉണ്ടാവും, ഒരു ഖബർ ഉണ്ടാവും. ഇതിന്റെ ഖബറിൽ ഒരു ബാ വരും. ആ ബാ എന്താണ്? ഇതിന്റെ ബാ ആണ് ഇതിന്റെ സായിദായ ബാ എന്ന് പറയാം. വലൈസ അല്ലാഹു ബികാഫിൻ, കണ്ട ലൈസിന്റെ ഖബറാകുന്ന കാഫിൻ എന്നതിൽ ബാ പ്രവേശിച്ചു. ഉമാ റബ്ബുക ബിളല്ലാമിൻ, വല്ലാം എന്നുള്ളതാണ് ഖബറാണ്, അവിടെ ബാ പ്രവേശിച്ചു. അപ്പൊ ലൈസിന്റെയും മാന്റെയും ഖബറിലെ ബാ പ്രവേശിച്ച എന്താണ്? സായിദായ ബാ ആണ്. രണ്ടാമത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് ഇതാ ദഖലത്ത് അല ഫായിലി കഫ. നമ്മൾ പറഞ്ഞല്ലോ കഫ എന്നുള്ള ഫീലിന്റെ ഫായിലിന്റെ മേലിൽ ബാ പ്രവേശിച്ചത് സായിദായ ഫ ആണ്. കഫ ബിൽ മൗതി വായില, ഇവിടെ എന്താ? മരണം മതിയായതാണ് വായിദൻ, ഒരു ഉപദേശകനായിട്ട് തന്നെ. അപ്പൊ മരണം എന്നുള്ളത് ഫായിലാണ്, കഫൻ ഫായിലാണ്. ആ ഫായിൽ എന്താണ്? അപ്പൊ നമ്മൾ അതേപോലെ തന്നെ കഫ ബില്ലാഹി വലിയ എന്നുള്ള അള്ളാഹു എന്നുള്ളത് ഫായിലാണ്, കഫന്റെ ഫായിലാണ്. അപ്പൊ കഫന്റെ ഫായില് പ്രവേശിച്ച് ഇനി നമ്മൾ സായിദായ ബാ എന്ന്. ഇപ്പൊ 2 സ്ഥലങ്ങൾ ഇട്ടല്ലോ. അതേപോലെ തന്നെ ഈ രണ്ടാമത്തിനോട് ചേർത്തി വായിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫായിലു അഫ്അൽ. തഅജ്ജുബിന്റെ എന്താ പറയാ, അസ്മാ, അബ്സ്വർ, അജ്മല്, മാ അജ്മല, എന്തൊരു ഭംഗിയുള്ളവനാണ്, അല്ലെ മാ അസ്മ, എന്തൊരു കേൾവിയുള്ളവനാണ്. തഅജ്ജുബിന്റെ അഫ്അൽ ഉണ്ടല്ലോ, അതിന് ശേഷം വരുന്നതിലും എന്താകും? അസ്മാ ബിഹിം, അവരെന്തൊരു കേൾവിക്കാരാണ്. അതിനുശേഷം വരുന്ന ഫായിലും എന്താകും? ഈ ബാ പ്രവേശിക്കും. ആ ബാ സായിദാണ്. നോട്ട് ഇതൊക്കെ. ഇനി അടുത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാ ദഖലത്ത് അലൽ മഫ്ഊലി ബിഹി. മഫ്ഊലിന് ചിലപ്പോ സാധാരണ മഫ്ഊലാക്കി കൊടുത്താൽ മതി. ചിലപ്പോൾ തഅ്കീദിന് വേണ്ടിയിട്ട് എന്തിനേലേക്ക് എന്താവും? ഒരു മഫ്ഊലിൽ ബാഇനെ കൊടുക്കും വെറുതെ. അപ്പൊ അങ്ങനെയും എന്താണ്? സായിദായിട്ടുള്ള ബാ. അങ്ങനെ 3 രൂപത്തിലുണ്ട്. രണ്ടാമത്തെ രൂപം 2 തരത്തിലുണ്ട്. ഒന്ന് കഫന്റെ ഫായിലായിട്ടും അഫ്അല തഫ്ദീൽ, അഫ്അല തഅജ്ജുബ്, തഅജ്ജുബിന് വരുന്ന അഫ്അലില്ലേ അതിന്റെ ഫായിലും ബാ പ്രവേശിക്കും. അങ്ങനെ ടോട്ടലി നമുക്ക് ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 4 തരത്തിൽ എന്തുണ്ട്? ബാ സായിദായിട്ട് വരും. അപ്പൊ ആര് ചർച്ച ആയാലും
ഇനി അടുത്തായിട്ട് ഇമാമു മിൻ അഇമ്മത്തിൽ ലുഗത്തി വൽ ബലാഗ ലഹു കിതാബാനി ലത്തീഫാനി ഫിൽ ബലാഗത്തി യംതാസാനി ബിഹുസ്നി തഅബീരി വക്തിശാഫി അബ്വാബിൽ ബലാഗ. നമുക്ക് ഈ ഓപ്ഷൻ കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ലുഗത്തിന്റെ 2 കിതാബുകള്. ഓക്കെ, അപ്പോ ഇതാരാണ്? അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി എന്ന് പറയുന്ന നമ്മൾ 4ാം യൂണിറ്റിലുള്ള പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ 2 കിതാബുകൾ ഉണ്ടല്ലോ, അസ്റാറുൽ ബലാഗ, അതുപോലെ തന്നെ ദലാഇലുൽ ഇജാസ്. ഇത് മിൻ അഹമ്മിൽ കുതുബില്ലത്തി ഉല്ലിഫത് ഫി ഹാദൽ മജൽ. ഈ വിഷയത്തിൽ ബലാഗ, ഫസാഹ, ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ് ദലാഇലുൽ ഇജാസും അസ്റാറുൽ ബലാഗ എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം യുഅ്തബർ മുഅസ്സിസ് ഇൽമുൽ ബലാഗ, ഇൽമുൽ ബലാഗന്റെ മുഅസ്സിസീങ്ങളിൽപ്പെട്ട ഒരാളായിട്ട് അദ്ദേഹത്തെ, അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകനാണ്, അല്ലെങ്കിൽ സ്ഥാപകന്മാരിൽ പ്രധാനിയായ ആളാണ് എന്ന നിലക്കൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പൊ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇമാമുൻ അഇമ്മത്തിൽ ലുഗത്ത് വൽ ബലാഗ ലഹു കിതാബാൻ. ഈ കിതാബാനി എന്തുകൊണ്ടാണ് മനസ്സിലായി? കാരണം ഇബ്നു ഖുതൈബക്കും അബുൽ ഖാസിം അൽ ആമിദിക്കും ഇബ്നു റഷീദ് അൽ ഖൈറവാനിക്കും ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ 2 കിതാബിന്റെ പേരിൽ ഇബ്നു ഖുതൈബക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അബുൽ ഖാസിം അൽ ആമിദി, അതുപോലെ അബുൽ റഷീദ് അൽ ഖൈറവാനി, ഇവർക്കൊക്കെ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകമായിട്ട് 2 കിതാബുകൾ എപ്പോഴും ഇയാളെ പേര് പറയുമ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന്റെ 2 കിതാബുകൾ ഇതാണ് എന്നറിയാം. ഇപ്പൊ നമ്മൾ അഹമ്മദ് അമീൻ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ എപ്പോഴും പറയുന്ന 3 കിതാബുകളാണ് ഫജ്റുൽ ഇസ്ലാം, ദുഹൽ ഇസ്ലാം, നൂറുൽ ഇസ്ലാം. അതേപോലെ ഓരോരുത്തർക്ക് ചിലപ്പോൾ മഷ്ഹൂറായി 1 ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 ഉണ്ടാവും, ഒരേപോലത്തെ 2 ഉണ്ടാവും, അല്ലെങ്കിൽ ഒരേപോലത്തെ 3 ഉണ്ടാവും. അത്തരത്തിൽ ഇവിടെ 2 ബലാഗയില് പ്രധാനപ്പെട്ട 2 കിതാബുകൾ എന്നറിയപ്പെടുന്നത് ദലാഇലുൽ ഇജാസും അതുപോലെ തന്നെ അസ്റാറുൽ ബലാഗ എന്നറിയപ്പെടുന്ന 2 കിതാബുകളാണ്. അത് നമ്മുടെ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി എന്നവരുടെ കേട്ടോ. അബ്ദുൽ ഖാദിർ ജുർജാനി അല്ല, മാറരുത്, അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അദ്ദേഹമാണ് ഇൽമുൽ ബലാഗന്റെ മുഅസ്സിസായിട്ട് കരം. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ലൈസ മിൻ അഹ്ദാഫി തഅസീസ് ജംഇയ്യത്തി അപ്പോളോ. നമ്മൾ 8ാം യൂണിറ്റ് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോളോ എന്ന് പറയുന്ന സംഘടന 1932 കൈറോയില് അഹമ്മദ് ഷൗക്കിയുടെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സാഹിത്യകാരന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ, നമ്മുടെ ഖലീൽ മുത്തറാനൊക്കെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് അഹമ്മദ് സക്കി, അബൂഷാദ് അവരുടെയൊക്കെ നേതൃത്വ സംഘടനയാണ് ജമാഅത്ത് അപ്പോളോ, ജംഇയ്യത്ത് അപ്പോളോ, ജമാഅത്ത് അപ്പോളോ എന്നൊക്കെ അറിയപ്പെടുന്നത്. അതിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റിനാണ്, ഒരു 6-7 ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പൊ അതിൽ പെട്ടതല്ലാത്തത് ഏതാണ്? ഇപ്പൊ ജമാഅത്ത് അപ്പോളോന്റെ സ്ഥാപക ലക്ഷ്യങ്ങളിൽ പെട്ടതല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഓപ്ഷനുകൾ വായിച്ചു നോക്കാം. അസ്സമൂബു ബിശ്ശിർ വ തൗജീഹു ശുഹൂദ് ശുറാഇ തൗജീഹൻ ശരീഫൻ. അതായത് ഷെയർ കൊണ്ട്, അറബ് ഷെയർ കൊണ്ട് എന്താവും ഉന്നതിയിലേക്ക് എത്തുക, ഉയരങ്ങളിലേക്ക് എത്തുക. അതുപോലെ തന്നെ എന്താ പറയുക, സാഹിത്യകാരന്മാരുടെയൊക്കെ പരിശ്രമങ്ങളെ നല്ല രൂപത്തിലേക്ക്, അവർക്ക് ഒരുപാട് എഴുതാണ്ട് ആ പരിശ്രമങ്ങളൊക്കെ നല്ല രൂപത്തിലേക്ക് വഴിതിരിക്കുക എന്നുള്ളതൊരു ലക്ഷ്യമാണ്. ഇത് ശരിയാണ്. ഇതിൽ ക്വസ്റ്റ്യൻ വെച്ചുള്ളത് ഇവരുടെ ലക്ഷ്യങ്ങൾ പെട്ടതല്ലാത്തതാണ് കേട്ടോ. അതിനകത്ത് മുനാസറത്തുൻ നഹ്ളത്തുൽ ഫന്നിയ്യത്തി ഫി ആലം ശരി, അത് കവിതയുടെ ലോകത്ത് ഒരുപാട് കലാപരമായിട്ടുള്ള ഒരുപാട് നഹ്ളകൾ, വിപ്ലവങ്ങളുണ്ട്, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. പിന്നെ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, നസ്റുൽ അദബുൽ അറബി ഫി റുബുഇൽ ആലം. അറബ് സാഹിത്യത്തെ ലോകത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് നസ്ർ ചെയ്യുക, പരത്തുക, അല്ലെങ്കിൽ വ്യാപിപ്പിക്കുക എന്നുള്ളത്. അതല്ല നമുക്ക് നോക്കാം. ബാക്കി 4ാമത് തർഖീദ് മുസ്തഫ ഷുറായി അദബിയൻ വ മാദ്യൻ ഇസ്തിമായി. അവിടെ അതിൽ അംഗങ്ങളായിട്ടുള്ള സാഹിത്യകാരന്മാര്, കവികള്, അവരുടെ ജീവിത നിലവാരം എന്താവുക, സാഹിത്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെയുള്ള അവരുടെ ജീവിത മുസ്തഫ ഷുറ, അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് അത് ഉയർത്തുക. ഇത് അവരുടെ ലക്ഷ്യമാണ്. അപ്പൊ 1, 2, 4 ഇത് ജമാഅത്ത് അപ്പോളോയുടെ ലക്ഷ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാത്തെയും ഒരു 3-4 ലക്ഷ്യം കൂടെ, അഹദാഫുകളുടെ അവർക്കുണ്ട്. അവരുടെ ലക്ഷ്യങ്ങൾ പെട്ടതല്ല എന്ത്? നസ്റുൽ അദബുൽ അറബി, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അറബ് സാഹിത്യത്തെ വ്യാപിപ്പിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമല്ല. അവര് ആ ഒരു റീജിയണൽ പരമായിട്ടുള്ള, ആ ഒരു ഏരിയപരമായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മെയിനായിട്ട് മിസ്റിലുള്ള സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. മിസ്റിലും അല്ലാത്ത അബുൽ ഖാസിം ഷാബി പോലത്തെ മിസ്റുകാരല്ലാത്തവർ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു ഏരിയയിലുള്ള സാഹിത്യകാരന്മാരെ മാത്രം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവരുടെ സാമൂഹികപരമായിട്ടും സോഷ്യൽ പരമായിട്ടും ഒക്കെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള സ്റ്റാൻഡേർഡിനെ ഉയർത്തുക, അത്തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു ഇവരുടേത്. ഇത് ഇവിടെ 3ാമത്തെ തെറ്റാവാൻ വേറെ കാരണം കൂടെ ഉണ്ട്. നസ്റുൽ അദബുൽ അറബി ഫി റുബുഇൽ ആലം. അറബ് സാഹിത്യത്തെ അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്, ഇവര് ഷെയറിനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഷായരിങ്ങള്, ഷീറുൽ അറബി, ഇതാണ് ഇവരുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. അല്ലാതെ മൊത്തത്തിലുള്ള ഷീർ അല്ലാത്ത സാഹിത്യ രൂപത്തിന് അത്ര ഇമ്പോർട്ടൻസ് നമ്മുടെ ജമാഅത്ത് അപ്പോൾ കൊടുത്തിരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അസ്സൂഖുല്ലത്തി, വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. അസ്സൂഖുല്ലത്തി കാനത്ത് തുഖാമു ഫിൽ വയഫിദു ഇലൈഹാ സുഅമാഉൽ അറബി വഉമറാഉൽ ഖൗലി ലിൽ മുതാജറത്തി വൽ മുനാഫറത്തി വമുഫാദാത്തിൽ അസ്റാ വഅദാഇൽ ഹജ്ജ്. അതായത് ജാഹിലിയ കാലത്ത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ബന്ധപ്പെട്ട അസ്ലുൽ ലുഗത്തുൽ അറബിയ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് അഷ്ഹറുൽ ഹുറമിൽ മാത്രം നമുക്കറിയാം ഷഹ്റുൽ ഹറാം, ദുൽഖഅദ, ദുൽഹിജ്ജ,
അതുപോലെ തന്നെ മുഹറം, റജബ്, ഈ 4 മാസങ്ങളിൽ ഏതോ ഒന്നിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. അറബികളുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ നല്ല കൗലി നല്ല ശാരീരികങ്ങളായിട്ടും പ്രാസംഗികരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ വരും എന്തിൽ കച്ചവടത്തിനും മുനാഫറത്തുൽ മുഫാദത്തുൽ അസ്റാർ നിർവഹിക്കാനും അതുപോലെ തന്നെ അവിടെ കച്ചവടം. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇത്തരത്തില് എന്താ പറയാ നടത്തപ്പെടുന്ന സൂക്കിന്റെ പേരാണ് ഏതാണ് ചോദിക്കുന്നത്. സൂക്ക് ഉക്കാദ് ഉണ്ട്, സൂക്കുൽ മജൻ ഉണ്ട്, സൂക്ക് ദുൽ മജാസ് ഉണ്ട്, സൂക്കുൽ മർബദ് ഉണ്ട്. ഒക്കെ നമുക്ക് സിമ്പിൾ ആണ് കാണാൻ. ഉക്കാദ് ദുൽഖാദ് 1 മുതൽ ദുൽഖാദ് 20 വരെ നടത്തുന്ന, വർഷത്തില് ഒരു തവണ മാത്രം നടത്തുന്ന ഒരു സൂക്കാണ് സൂക്ക് ഉക്കാദ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് അറബികളായ ആളുകൾ, സാഹിത്യകാരന്മാരൊക്കെ അവിടെ വന്നിട്ട് അവരുടെ കവിതകളും അവരുടെ പ്രസംഗങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുക, അതിലൂടെ ജനങ്ങളെ കയ്യടി നേടുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ജാഹിലിയ കാലത്ത് സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന, അതിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു ഏരിയ, ഒരു സൂക്കായിരുന്നു സൂക്ക് ഉക്കാദ് എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് അറബികളായിട്ടുള്ള ആളുകൾ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മക്കയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യമായിരുന്നു ഷഹ്റുൽ ഹറാം, ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ അതിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന ദുൽഖഅദ 1 മുതൽ 20 വരെ ആയിരുന്നു സൂക്ക് ഉക്കാദ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം സൂക്ക് ഉക്കാദ് അഹദു അസ്വാഖ് ശിബൽ ജസീറത്തുൽ അറബിയ്യത്തി സലാസത്തുൽ കുബ്ര ഫിൽ ജാഹിലിയ്യ കാലത്തെ 3 പ്രധാനപ്പെട്ട സൂക്കുകളിൽപ്പെട്ട ഒന്നാണ് സൂക്ക് ഉക്കാദ് എന്ന് പറയുന്നത്. സൂക്ക് മജൻ ഉണ്ട്, സൂക്ക് ദുൽ മജാസ് അതിന് പുറമെ. അതുപോലെ തന്നെ വക്കാനത്തിൽ അറബ് തഅ്തീഹി മുദ്ദത്തി 20 യൗമൻ മിൻ അവ്വലി ദിൽഖഅദ യബിഊന ഫീഹിൽ ബളാഇ വയൽഖൂന ഖസായിദ ഇലാ യൗമിൻ 20 മിൻ അശ്ശഹർ. അപ്പൊ 20 ദിവസത്തിന് വേണ്ടിയിട്ടാണ് സംഘം ഈ ഒരു സൂക്ക് സംഘടിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ അവരവിടെ വന്നിട്ട് അവരുടെ കച്ചവട ചരക്കുകൾ വിൽക്കും, അതിനവിടെ ഖസീദകളൊക്കെ ജനങ്ങൾക്ക് അവതരിപ്പിക്കും. അങ്ങനെ ഈ മാസം 20 വരെ, ദുൽഖഅദ 20 വരെ ആയിരുന്നു ഈ സൂക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ. അടുത്തെന്താ വെച്ചാൽ ഒരു മസലാണ്. ഇതൊരു 10ാമത്തെ യൂണിറ്റിലെ ഗ്രാമർ, GK, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, അതിന് പുറമെ നമ്മൾ മസലകൾ കൂടെ പഠിച്ചു വെക്കണം. മസല കുറെ അറബിയിൽ മസലയുണ്ട്, ആയിരക്കണക്കിന് മസലകളുണ്ട്. എല്ലാം പഠിച്ചു വെക്കല് പോസിബിൾ അല്ല, എന്നാലും കുറച്ചൊക്കെ പ്രധാനമായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന കുറച്ച് മസലകളുണ്ട്. അതെങ്കിലൊക്കെ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. പ്രധാനമായിട്ട് മസലകൾ ഏതൊക്കെയാണ്, അതിന്റെ അർത്ഥം, അത് കുറെ മസലകൾ മാത്രം പഠിച്ചു പോരാ, ഓരോ മസലകളും ഏതൊക്കെ സാഹചര്യത്തിലാണ് അത് ഉപയോഗിക്കുക. നമ്മൾ പഴഞ്ചൊല്ലി എന്ന് പറയില്ലേ, പഴമൊഴി എന്നൊക്കെ പറയില്ലേ, അത് എപ്പോഴും എല്ലാ സാഹചര്യത്തിലും ഏത് പഴഞ്ചൊല്ലി ഉപയോഗിക്കാൻ പറ്റില്ല. ഓരോ സാഹചര്യത്തിന് ഫിറ്റ് ആണ് ഓരോ പഴമൊഴികളുണ്ടാവും. അതേപോലെ തന്നെ അഖ്തബു മിൻ ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ നോക്കാം. റജുലി യജ്മഉ കുല്ല ഷൈഇൻ വലാ യമീസു ബൈനൽ ജയ്യിദി വമിനർ റദീഇ. അതായത് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം സൂക്ഷിച്ചു വെക്കും. അതിൽ നല്ലതെന്നോ ചീത്തതെന്നോ വേർതിരിച്ചൊന്നും വെക്കൂല, എല്ലാം നമുക്ക് ഒരുമിച്ച് കൈക്കലാക്കും. അതാണോ? അതല്ല. രണ്ടാമത്തെ റജുലിൽ അതായത് പൊട്ടനായ മനുഷ്യന് ഒരു വിവരവും ഇല്ല, അദ്ദേഹത്തിന് നല്ല അധ്വാനിക്കും, അദ്ദേഹത്തിന് എങ്ങനെയാണ് പണിയെടുക്കേണ്ടത്, ജോലി എടുക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അധ്വാനിക്കാൻ കഴിയും. ഇങ്ങനത്തെ ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ചാണോ? അതല്ല. ഒരു മനുഷ്യനെ അദ്ദേഹം വാദിക്കും, എന്താ എനിക്ക് എല്ലാം അറിയാം, പക്ഷെ അദ്ദേഹത്തിന് ഒരു സുഖം അറിയില്ല. ഇങ്ങനത്തെ ആൾക്കാണോ അത് ഉപയോഗിക്കുന്നത്? അതല്ല. 4ാമത്തെ ഓപ്ഷൻ കസീറല്ലേ, രാത്രിയിൽ ഒരുപാട് ഹെത്തബ് എന്നാണ്, രാത്രിയിൽ ഒരുപാട് വിറകുകൾ ഒരുമിച്ച് കൂട്ടുന്ന ആൾക്കാണോ? ഗോഹിറ നൽകൽപ്പോ ഇതേക്കാരം ഉത്തരം. പക്ഷെ ഈ ഒരു സംഭവം ഇവിടെ എന്താ, രാത്രിയിൽ വിറക് വെട്ടുന്ന ആളെക്കാളും വലിയ സൂക്ഷിപ്പുകാരനാണ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, രാത്രിയിൽ വിറക് വെട്ടുമ്പോൾ ആളെ പ്രത്യേകം എന്തേക്കാരം, കണ്ണ് കാണൂല, ശരിക്കും കണ്ണ് ക്ലിയർ അല്ല. അപ്പൊ നല്ല വിറക് ചീത്തതൊക്കെ എന്താകും, അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ട് സംഭരിച്ചു വെക്കും. അപ്പൊ അതിന് മനസ്സിലാക്കുന്ന എന്താണ്, നല്ലതും ചീത്തൊന്നും വേർതിരിക്കുക, അതെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ആളാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആക്കുന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 74. കിതാബ് ദീവാൻ മിൻ ഇസ്ദാർ. അതായത് കിതാബ് ദീവാൻ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായ കിതാബാണ് ദീവാൻ. ആ കിതാബ് ആരാണ് പബ്ലിഷ് ചെയ്തത്, ആരുടെ രചനകളാണ് ചോദിക്കുന്നത്? അഹമ്മദ് ഷൗക്കി, മുസ്തഫ ലത്തൂഫ് മുസലൂത്തി, മുസ്തഫ സാദിഖ് റാഫി, ഹാഫിൽ ഇബ്രാഹിം, ഖലീൽ മുത്രാനി, ഖലീൽ ജിബ്രാൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അക്കാദും അതുപോലെ തന്നെ മാസിരി. നമുക്കറിയാം 1921 രൂപീകരിച്ച 2021 രൂപീകരിച്ച സംഘടനയാണ് മദ്രസത്തു ദീവാനിലെ ജമാഅത്ത് ദീവാൻ എന്ന് പറയുന്നത്. എന്താ പറയാ, മഹ്മൂദ് ഷുക്രിയും അതുപോലെ തന്നെ മാസിനിയും അക്കാദി 3 ആളോട് കൂടി ചേർന്ന സംഘടനയാണ് ജമാഅത്ത് ദീവാൻ. ഈ ദീവാന് പേര് വെക്കാൻ തന്നെ കാരണം എന്താണ്, ഇതിൽ പ്രഗത്ഭരായ അക്കാദിന്റെയും മാസിനിയും രണ്ടുപേരും ഒരുമിച്ച് കൂട്ടിയിട്ട് 10 ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ 2 ജ്യൂസുകളാക്കിയിട്ട് മാത്രമേ ഇതൊരു കിതാബാണ്, കിതാബ് ദീവാൻ. അപ്പൊ ഇതിലെ പ്രധാനികളായ 2 ആളുകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കിതാബ് എന്ന ഈ സംഘത്തിന് തന്നെ ജമാഅത്ത് ദീവാൻ എന്ന് പേര് വെച്ചതാണ്. അപ്പൊ ഈ കിതാബിലേക്ക് ചേർത്തിട്ടാണ് അവരുടെ സംഘടനക്കും അവരുടെ കൂട്ടായ്മക്കും ദീവാൻ എന്ന പേര് വന്നത്. അപ്പൊ ഈ കിതാബ് എന്താണ്, അബ്ബാസ് അഹമ്മദ് അക്കാദിന്റെയും മാസിനിയുടെയും രചനയിൽപ്പെട്ടതാണ്.
ഓക്കെ, അതിനെക്കുറിച്ച് ജസ്റ്റ് നോക്കാം. 1921 നഷറൽ അഖാദുൽ മാസിനി മാൻ കിതാബ സമ്മയാഹു ദീവാൻ എന്ന പേരിൽ എന്ത് ചെയ്തു? 1921 ഒരു കിതാബ് പബ്ലിഷ് ചെയ്തു. ഹാവൽ അഖാദു ഫി, ഇതില് ഒന്നാമത്തെ ജുസ് എഴുതിയിട്ടുള്ളത് അക്കാദും, രണ്ടാമത്തെ ജുസ് മെയിൻ ആയിട്ട് എഴുതിയിട്ടുള്ളത് മാസിനിയാണ്. ഒന്നാമത്തെ ജുസിൽ അക്കാദ് എന്ത് ചെയ്തു? തഹ്തീമ സുആമത്ത് ഷൗക്കി ഷെയറില് അഹമ്മദ് ഷൗക്കിയുടെ ഒരു സുആമത്ത്, അദ്ദേഹത്തിന്റെ നേതൃത്വം അതിനെ തകർത്തെറിയാൻ, അഹമ്മദ് ഷൗക്കി അല്ല ഏറ്റവും വലിയ നേതാവ്, അതിനെ തകർത്തെറിയാൻ എന്നുകൊണ്ട് ശ്രമിച്ച അഹമ്മദ് ഷൗക്കിയെ ഒരുപാട് എതിർത്ത ഒരാളാണ് അക്കാദ് ഈ ഗ്രന്ഥത്തില് ഒന്നാം ജുസയില്. രണ്ടാമത്തെ ജുസയിൽ വരുന്നത്, രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ മാസിൻ എന്ത് ചെയ്തു? രണ്ടാമത്തതിൽ തഹ്തീമൽ മൻഫലൂത്തി വന്തഖദ അലൈഹി നഖദൻ മുറൻ, മുസ്തഫ ലുത്ഫി മൻഫലൂത്തിയുടെ അദ്ദേഹത്തെ നന്നായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാസിനി രണ്ടാമത്തെ ജുസ് ഉപയോഗപ്പെടുത്തിയത്. ഇപ്പൊ രണ്ട് ജ്യൂസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ട്രാൻസ്ലേഷൻ ആട്ടോ. NSG എന്നുള്ളതിന്റെ അറബി ഭാഷയിലുള്ള മുത്തറാദിഫ് എന്താണ്? NSG, ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് എന്നാണ് NSGന്റെ ഫുള്ള്. അത് ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, നമ്മള് എന്ത് ചെയ്യണം? ഗസ് ചെയ്തിട്ട് അതിന് ഇംഗ്ലീഷ് ഉണ്ടാക്കണം, എന്നിട്ട് അതിന് അറബിയിലേക്ക് മാറ്റുമാണ്. ഓക്കെ, മജ്മുഅത്തു മൗരിദിൽ മവാദിൻ നബവിയാണ്, അതായത് എന്താണ്? ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ്. ഓക്കെ, NSG ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ്, അതായത് എന്താണ്? ലോകത്തെ ആണവായുധങ്ങളെ ആണവോർജത്തിലെ ആണവ ആയുധങ്ങളെ കൂടുതലായിട്ട് സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾ, അവരുടെ സംഘടനക്കാണ് NSG എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലോകതലത്തിലുള്ള എന്താ നാറ്റോ പോലത്തെ അതുപോലത്തെ കുറെ സംഘടനകൾ, യൂറോപ്യൻ യൂണിയൻ, അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങൾ, ഇപ്പൊ ആസിയാൻ, ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയൊക്കെ അടങ്ങിയിട്ടില്ല, അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങള്, ഇങ്ങനത്തെ സംഘടനകളെ കുറിച്ച്, ഒപ്പെക്, അങ്ങനത്തെ സംഘടനകളെ കുറിച്ചൊക്കെ ഐഡിയ ഉണ്ടാവുന്ന നന്നാവും കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ലേഷൻ പരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് NSGയെ കുറിച്ച് ചോദിച്ചത്. മജ്മുഅത്തുൽ മൗരിദിൽ മവാദിൻ നബവിയ്യ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ട്രാൻസ്ലേഷൻ അല്ലേ. അടുത്തതാണ് കാന നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ ആലിമൻ കബീറൻ വഅല്ലഫ കുത്തുബൻ ഖയ്യിമതൻ حول الموضوعات المختلفة ومنها كتاب نجد فيها بيان أحوال العلوم والفنون وتراجم أئمة. നമുക്കറിയാം നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ കന്നൂജി, അദ്ദേഹം ഒരുപാട് വലിയ പണ്ഡിതനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, വ്യത്യസ്ത വിഷയങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കിതാബാണ് എന്ത്? ബയാനു അഹ്വാലിൽ ഉലൂമിൽ ഫുനൂൻ, വ്യത്യസ്തമായിട്ടുള്ള ഫന്നുകളെ കുറിച്ചും വിജ്ഞാനിക ശാഖകളെ കുറിച്ചും വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ അയിമ്മത്തുൽ ഉലൂം, ഈ വിജ്ഞാന ശാഖയുടെ ഒക്കെ പണ്ഡിതന്മാര്, അവരുടെ തർജുമകൾ, അവരുടെ ജീവചരിത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം മിസ്കുൽ ഖിത്താമ, ലിസാൻ ഇർഫാൻ, താജുൽ മുഖ്ലിലൊക്കെ അദ്ദേഹത്തിന്റെ കിതാബാണെങ്കിലും ഈ തറാജിം അയിമ്മത്തുൽ ഉലമ എന്ന് പറഞ്ഞതിന് മനസ്സിലായി അബ്ജദുൽ ഉലൂമാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത ഇൽമുകളെ കുറിച്ചും വ്യത്യസ്ത ഫന്നുകളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നത് അബ്ജദുൽ ഉലൂം എന്ന് പറയുന്ന കന്നൂജിന്റെ ഏറ്റവും പ്രസിദ്ധമായ കിതാബാണ് അബ്ജദുൽ ഉലൂം. 3 ജുസുകളായിട്ട് അദ്ദേഹം എഴുതിയതാണ്. ഓക്കെ, മൗസൂഅത്തുൽ താരിഫ് ബിൽ, അത് എന്തിനു വേണ്ടി എഴുതിയതാണ്? താരിഫ് ബിൽ ഉലൂം വൽ ഫുനൂൻ വ ഖാസത്തൻ ഇസ്ലാമിയ, ഇസ്ലാമികപരമായിട്ടുള്ള വിജ്ഞാനങ്ങളും ഫന്നുകളെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിൽപ്പെട്ടതാണ് താരീഖ്, തർജുമകള്. മുഹമ്മദ് സിദ്ദീഖ് ഖാൻ ഫി തസ്നീഫിഹ അലാ കിതാബ്. അതുപോലെ തന്നെ ഈ കിതാബ് അബ്ജദുൽ ഉലൂം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം അവലംബിച്ച പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇഹ്സാഉൽ ഉലൂം ലിൽ ഫാറാബി, ഫാറാബിയുടെ ഇഹ്സാഉൽ ഉലൂമും, അതുപോലെ തന്നെ ഖവാരിസിമിയുടെ മഫാത്തിഹുൽ ഉലൂമും, അതുപോലെ തന്നെ എന്താ തോഷക്ബരി എന്ന് പറയുന്ന തോഷക്ബരി സാദ, ഒരു പേർഷ്യൻ സാഹിത്യകാരൻ, എഴുത്തുകാരൻ, അദ്ദേഹത്തിന് മിഫ്താഹു സആദ, അതുപോലെ തന്നെ നമ്മുടെ ഹാജി ഖലീഫിന്റെ കശ്ഫുൽ ഉലൂം, ഈ 4 ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് നമ്മുടെ കന്നൂജി ഈ അബ്ജദുൽ ഉലൂം എന്നുള്ള കിതാബ് ഉണ്ടാക്കിയത്. അപ്പൊ അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് എൽമുകളും ഫന്നുകളും അതുപോലെ തന്നെ തർജുമകള്, ചരിത്രകാരന്മാരുടെ പണ്ഡിതന്മാരുടെ ഒക്കെ ജീവചരിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇത് 2 സ്റ്റേറ്റ്മെന്റും ശരിയാണോ, ഒന്ന് ശരിയാണോ, രണ്ടും തെറ്റാണോ എന്ന് നോക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അൽ മൽഹമത്തു നൗഉം മിന ശിഅറിൽ ഖസസ്. മൽഹമ എന്ന് പറയുന്നത് ഖസസി ആയിട്ടുള്ള ഷെയറിന്റെ ഒരു ഇനാണ്. ഷെയറുൽ ഖസസിയുടെ ഒരു ഇനാണ് മൽഹമത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തശ്മലു സുനഅത്തു ശരിയത്ത് അൽ വസ്നുൽ ഖാഫിയ വൽ ഉസ്ലൂബ് ശരി. ഈ സുനഅത്തു ശരി, അതായത് കവിത ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ജോലി, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു പ്രൊഫഷന്, അതിൽ എന്തൊക്കെയുണ്ട്? വസ്നുണ്ട്, ഖാഫിയുണ്ട്, ഉസ്ലൂബ് ശരി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റുകളിൽ എന്താണ് ഓപ്ഷൻ? എന്താണ്? രണ്ടും ശരി. ഓപ്ഷൻ സാധാരണ നമുക്ക് അറിയാം, രണ്ടും ശരിയാണ്, രണ്ടും തെറ്റാണ്, ഒന്ന് ശരി, 2 തെറ്റ്, അല്ലെങ്കിൽ 2 തെറ്റ്, 1 ശരി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഇതില് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ആൻസറിനെ ഇപ്പൊ തന്നെ രണ്ടും ശരിയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ രണ്ടും ശരി നോക്കട്ടെ. മൽഹമ എന്ന് പറയുന്ന നൗമിൻ ശിഅറിൽ ഖസസ്, ഈ ഖസസിയായ ഷിയറുകൾ, അതായത് നമ്മുടെ ഉമർ ബിൻ അബി റബിയക്ക് ശേഷം വന്നൊരു സിസ്റ്ററാണ് അദ്ദേഹം ഷിഅറുൽ ഖസസയൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇനാണ് മൽഹമ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഇനാണ് മൽഹമ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്താ വെച്ചാല് ഈ സുനഅത്തു ശരി, ഒരു കവിത ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം? വസ്ന് നോക്കണം, ഖാഫിയ നോക്കണം, പിന്നെ ഉസ്ലൂബ് ശരി, അതൊരു കവിതയുടെ ഒരു ഉസ്ലൂബാണോ, ശൈലിയാണോ നോക്കണം. ഇതിന് 3നെ ഉൾക്കൊള്ളിക്കുന്നതാണ് സുനഅത്തു ശരി, അതായത് ഒരു കവിത ഉണ്ടാക്കുക എന്നുള്ള ജോലി എന്ന് പറയുന്നത്. ഇത് ശരിയാണെന്ന് ചോദിക്കും. അപ്പൊ രണ്ടും തന്നെ ശരിയാണ്.
അപ്പൊ മൽഹമ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, ഈ ഖിസ്സത്തുൻ ഷഅരിയത്തുൻ ത്വവീലത്തുൻ മലീഅത്തുൻ ലഹ്ന, ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോ എന്താ പറയാ വെച്ചാല് ഒരു യുദ്ധമൊക്കെ നടന്നാല്, ഇപ്പൊ നമ്മൾ ജാഹിലിയ കാലത്ത് ദാഹ്സുൽ ഖബ്ര യുദ്ധം, അല്ലെങ്കിൽ ഹർബുൽ ബസൂസ്, ഈ യുദ്ധങ്ങളൊക്കെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു കഥാരൂപത്തിൽ ആദ്യം ഇങ്ങനെ ഉണ്ടായി, പിന്നെ അതിനുശേഷം ഇങ്ങനെ ഉണ്ടായി, പിന്നെ അതിനുശേഷം ഇങ്ങനെ ഉണ്ടായി, ഒരു കഥരൂപത്തിലുള്ള ഷീർ ഉണ്ടാവുമല്ലോ, അതിനാണ് മൽഹമ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അത്, ഷീറുൽ ഖിസസിന്റെ ഒരു ഇനാണ് മൽഹമ എന്ന് പറയുന്നത്. അത് മജല്ലത്തുൽ ഫുനൂന്, നമ്മളെ അദബുൽ മഹ്ജറിൽ വരുന്ന നസീബ് അരീദ അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മജല്ലയാണ് മജല്ലത്തുൽ ഫുനൂൻ എന്ന് പറയുന്നത്. മിഖായിൽ നൈമ, അക്കാദ്, ഏരിയ അബുമാൽ, ഇവരൊക്കെ എഴുത്തുകാരാണ്, സാഹിത്യകാരന്മാരാണ്, അദബുൽ മഹ്ജറിലെ ആളുകളാണ്. പക്ഷെ മജല്ലത്തുൽ ഫുനൂൻ നസീബ് അരീദ ഉണ്ടാക്കിയ ഒരു മാഗസിൻ കേട്ടോ. അൽ ഫുനൂൻ ഹിയ മജല്ലത്തുൻ ബിൽ ലുഗത്തിൽ അറബിയ അസ്സസഹ നസീബ് അരീദ ഫി മദീനത്ത്, ന്യൂയോർക്കിൽ ഉണ്ടാക്കിയത്. 1913 ഉണ്ടാക്കിയത്. ഷാറഖ ഫി തഹ്രീരിഹ, അതിന്റെ എഡിറ്റിംഗിൽ അദ്ദേഹത്തിനോട് കൂടെ ചേർന്ന് നിന്ന ഒരാളാണ് മീഖായിൽ നൈമ. അപ്പൊ ഇതിന്റെ സ്ഥാപകൻ എന്നല്ല അറിയപ്പെടുന്ന നസീബ് അരീദാനെ, അദ്ദേഹത്തിന്റെ കൂടെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് മീഖായിൽ നൈമ. അപ്പൊ ഇത് രൂപീകരിച്ചത് 1913 ന്യൂയോർക്കിൽ വെച്ചിട്ടാണ്. മജല്ലത്തുൽ ഫുനൂൻ. അടുത്തൊരു ട്രാൻസ്ലേഷൻ ആട്ടോ, മണി ലോണ്ടറിങ്. മണി ലോണ്ടറിങ് എന്നുള്ളതിന്റെ അറബിയിലെ അതിന്റെ അർത്ഥം എന്താ ചോദിക്കുന്നത്? തത്വഹീറുൽ അംവാല്, വസീലത്തുൽ അംവാല്, വസ്ലുൽ അംവാല്, അംവാലുൽ മഗ്സൂല, എല്ലാം അല്ലെ. ബാക്കിയുള്ള നമ്മൾ PSC എക്സാം പോലെ, അല്ലെങ്കിൽ കേട്ടറ്റ് എക്സാം പോലെ, നെറ്റ് എക്സാമിന്റെ പ്രത്യേകത ട്രാൻസ്ലേഷൻ ഒക്കെ എല്ലാ ഓപ്ഷനും ഒരേ, എല്ലാം ശരിയാണ് നമുക്ക് തോന്നും. ബാക്കിയുള്ള എക്സാമിന് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരേപോലത്തെ ഓപ്ഷനുകൾ വരില്ല. ഇപ്പൊ വസീലത്തുൽ അംവാലും വസ്ലുൽ അംവാലും എന്ത് വ്യത്യാസമല്ല. അല്ലെങ്കിൽ തത്വഹീറുൽ അംവാലാണ് എന്താ, ഒക്കെ അർത്ഥം വെക്കുമ്പോൾ എന്താ, പണത്തെ ശുദ്ധിയാക്കുക. അത് മണി ലോണ്ടറിംഗ് ആണ് എന്താ, കള്ളപ്പണം. ഈ ബ്ലാക്ക് മണിയോ വൈറ്റ് മണിയോ, അല്ലെങ്കിൽ കള്ളപ്പണത്തെ യഥാർത്ഥ രേഖകളിലെ മണിയാക്കുന്നതിനാണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇംഗ്ലീഷ് അറബിയിൽ ഉപയോഗിക്കുന്ന പദം തന്നെ വസ്ലുൽ അംവാൽ എന്നാണ്. ഓക്കെ. അടുത്തായിട്ട് ഹുവ കാന ഖത്തീബൻ ബാരിഅൻ വഫാരിസൻ മഅറൂഫൻ ലഹു ഖുതുബത്തൻ വമവാലിഅത്തൻ നജിദു ഫിഹൽ ഖളായ ദീനിയ വജൗലാത്തുൽ ഈമാനിയ റായിഅ വൽ മൗദൂഅത്തുൽ ലാഹൂത്തിയ വൽ ഫൽസഫിയ. ഹുവ, അതായത് ഒരു വലിയൊരു സാഹിത്യകാരൻ, ഫാരിസൻ, വലിയ ഖത്തീബ്, പ്രാസംഗികനാണ്. ഫാരിസൻ, സൈനിക യോദ്ധാവൊക്കെ ആയിരുന്നു. അദ്ദേഹം അറിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഖുതുബകള്, മൗഇദകള്, ഒരുപാട് പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ ദീനിപരമായിട്ടുള്ള കാര്യങ്ങളും ഈമാനിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. അലി ഇബ്നു അബി ത്വാലിബ്, സിയാദ് ഇബ്നു അബീഹി, ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അംർ ഇബ്നു കുൽസും അത്തഗ്ലബി. അംർ ഇബ്നു കുൽസും അത്തഗ്ലബി പ്രാസംഗികനാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ അദ്ദേഹം ഷേറിലാണ് അറിയപ്പെട്ടത്. മുഅല്ലഖന്റെ ഷായറൊക്കെ അംർ ഇബ്നു കുൽസും. പിന്നെ ചാൻസ് ഉള്ളത് സിയാദ് ഇബ്നു നബിയും ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അലി ഇബ്നു അബി ത്വാലിബ്. ഇതിൽ നോക്കേണ്ടത് സിയാദ് ഇബ്നു നബിയും ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞാൽ മതപരമായ വിഷയങ്ങളിലായിരുന്നില്ല അവരുടെ ഖുത്ബകൾ. അവർ സിയാസി ആയിട്ടുള്ള ഖത്തീബുമാരായിരുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള, പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ഭരണ വ്യവസ്ഥിതിയെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഭരണത്തിനെതിരെ വരുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തടുത്തു വെക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പ്രസംഗം നടത്തുന്ന ആളാണ് സിയാദ് ബിൻ നബീം ഹജ്ജാജ് ബിൻ യൂസുഫ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്? ഈ ദീനീപരമായിട്ടുള്ള ഖളായ ദീനിയ വ ജൗലാത്തിൻ ഈമാനിയ റായിയ, ഒരുപാട് ആകർഷകമായിട്ടുള്ള ഈമാനികപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ദീനി മതപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉള്ള ഒരുപാട് മൗഇദകൾ, ഒരുപാട് ഉപദേശങ്ങളും ഖുത്ബകളൊക്കെ അടങ്ങിയിട്ടുള്ള പ്രസംഗങ്ങൾ. അങ്ങനെ ഫാരിസൻ, യോദ്ധാവ്, അലി റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിലൊക്കെ നായകനായിരുന്നു. അത് ഒരുപാട് വലിയ ധീരനായ യോദ്ധാവാണ് അലി റളിയല്ലാഹു അൻഹു. അപ്പൊ എല്ലാ സാധനങ്ങളും യോജിക്കുന്നത്, ഫിറ്റ് ആകുന്നത് അലി ഇബ്നു അബി ത്വാലിബ് എന്നവരിലേക്കാണ്. ഓക്കെ, റളിയല്ലാഹു. പിന്നെ അടുത്തായിട്ട് കാത്തിബ് മിനൽ ബുലഗാഇൽ ഫസഹാ മിൻ അഹ്ലി ബഗ്ദാദ് മിൻ കുതുബിഹിൽ ഖറാജ് നഖ്ദു ശിർ നഖ്ദു നസർ. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. അദ്ദേഹത്തെ, അതായത് ഒരു ബഗ്ദാദുകാരനായിട്ടുള്ള വലിയ സാഹിത്യകാരന്മാരും എഴുത്തുകാരൊക്കെയാണ്. അദ്ദേഹത്തിന്റെ 3 കിതാബുകൾ എന്നിട്ട്, ഏതോ ഒന്നാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയില്ല നോക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ 3 കിതാബ് ഒന്നെന്ന് വലിയ അറിയപ്പെട്ടാണ്. ആ പേരിൽ തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഖറാജി, നഖ്ദുശീർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. നഖ്ദുൻ നസർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ഖുദാമത്ത് ബിൻ ജാഫർ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കിതാബാണ് നഖ്ദുശീർ. ഖുദാമത്ത് ബിൻ ജാഫറിന്റെ ഏറ്റവും മഷ്ഹൂറായ കിതാബ് എന്ന് വെച്ചാൽ നഖ്ദുശീർ ആണ്. ഇതല്ലാത്ത ഒരുപാട് കിതാബുകളുണ്ട്. നഖ്ദുൻ നസർ ഉണ്ട്, ഖറാജ് ഉണ്ട്, ഇതല്ലാത്ത ഒരുപാട് കിതാബുകളുണ്ട്. അപ്പൊ നമുക്കറിയാം ഖുദാമത്ത് ബിൻ ജാഫർ ബഗ്ദാദുകാരനായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അടുത്തായിട്ട് റത്തിബുൽ ഉലമാൽ മദ്കൂൻ അദ്നാവ് ഹസ്ബ തവാരീഖ് വഫാത്തിഹി. ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് സാഹിത്യകാരന്മാരെ അവരുടെ വഫാത്തിന്റെ ഓർഡറിൽ, അവർ മരണപ്പെട്ട വർഷത്തിന്റെ ഓർഡറിൽ അവരെ തർത്തീബാക്കാനാണ് പറയുന്നത്. അപ്പൊ അബ്ദുൽ ഖാദിർ ഫളുഫരി, നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ ഖന്നൂജി, ഷാ വലില്ലാഹി ദഹ്ലവി, അബ്ദുൽ ഹയ്യിൽ ഹസനി. കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കാരണം നമുക്ക് എന്തായാലും ഉറപ്പാണ് ഈ കൂട്ടത്തിൽ ആദ്യം മരിച്ചിട്ടുള്ള ഷാ വലില്ലാഹി ദഹ്ലവിയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ സി ആണ് ആദ്യം മരിച്ചിട്ടുള്ള ഉറപ്പാണ്. പിന്നെ ഇവിടെ 2, 3 ഒരേപോലെ തന്നെ, CB AD, CBDA. അപ്പൊ സിയും ബി ആദ്യം ഷാ വലില്ലാഹി മരിച്ചു, അവർക്ക് ശേഷം പിന്നെ എന്ത് ചെയ്തു? നവാബ് ഹസൻ ഖാൻ ഖന്നൂജി മരിച്ചു.
പിന്നെ അബ്ദുൽ ഖാദർ ഫൽഫരിയാണോ മരിച്ചത്, അബ്ദുൽ ഹൈൽ ഹസനിയാണോ മരിച്ചത് എന്നാണ്. ഓക്കെ, അബ്ദുൽ ഹൈൽ ഹസനി 1923 24 അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹമാണ് ആദ്യം മരിക്കുന്നത്. അദ്ദേഹത്തിന് ശേഷമാണ് പിന്നെ അബ്ദുൽ ഖാദർ, സോറി അബ്ദുൽ ഖാദർ ഫൽഫരി. ഓക്കെ, CBDA ആണല്ലോ. അപ്പൊ ആദ്യം മരിക്കുന്ന അബ്ദുൽ ഹൈൽ ഹസനിയാണ്, അദ്ദേഹത്തിന് ശേഷം അബ്ദുൽ ഖാദർ ഫൽഫരിയാണ് മരിക്കുന്നത്. ഓക്കെ, ഓരോരുത്തരും മരിച്ച വർഷം നമ്മൾ എന്തായാലും പഠിക്കും. നമ്മൾ സിലബസിൽ 100-ൽ പരം ആളുകളുണ്ടെങ്കിൽ എല്ലാവരെ കുറിച്ചും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യമാണ് അവരുടെ രാജ്യം ഏതാണ്, നാട് ഏതാണ്, അതുപോലെ ജനിച്ചതും മരിച്ചതായ വർഷം. എന്തായാലും നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കുമല്ലോ, പിന്നെ വലിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ വർഷം നോക്കി 762 ഷാവുലി 890 ഖന്നൂജി, അബ്ദുൽ ഹസൻ 23-ലും അബ്ദുൽ ഖാദർ ഫൽഫരി വഫാത്താക്കുന്നത് 943-ലും. അപ്പൊ നല്ല വ്യത്യാസമുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു 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 ക്വസ്റ്റ്യൻ നെഹ്വാട്ടോ, നെഹ്വൻ, അതായത് ഹദ്ദിദ് ഹർഫ ഔ ഫിൽ മിസാലി ഫി ഹാദൽ മിസാലി. ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, അതിലുള്ള ഔവ് എന്തിന്റെ ഹർഫാണ്? ഔവ് അത്തഫിന്റെ ഹർഫാണെന്ന് എല്ലാവരും വിചാരിക്കും. അത്തഫിന്റെ ഹർഫാണ്. ഔവിന് ഒരുപാട് മാനകൾ, ഒരുപാട് സാഹചര്യത്തിൽ ഔവ് വരും. ഇസ്തമി നുസ്ഹ തൊബീബ്, ഇന്ന് എന്താണ്? ഡോക്ടറുടെ ഉപദേശം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഔ യത്തിമ്മ ഷിഫാവുക, അപ്പൊ അതിന്റെ അർത്ഥം എന്തേക്കാരം? നിന്റെ രോഗം ഷിഫയാകുന്നത് വരെ ഡോക്ടറെ കേട്ടാൽ മതി, അതെന്നല്ല അർത്ഥം വരാം. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഔ ബി മാന ഇല്ല, ഇല്ലന്റെ മാനക്കുള്ള ഔ ആണോ? അപ്പൊ അർത്ഥം എന്തേക്കാരം വരാം? നീ ഡോക്ടറുടെ എന്താണ് ഉപദേശങ്ങൾ കേൾക്കണം. ഇല്ല യത്തിമ്മ ഷിഫാക്കുക, നിന്റെ രോഗം ഷിഫയായിട്ടില്ലെങ്കിൽ കേൾക്കണം, അങ്ങനെയാണോ? രോഗം ഷിഫയായാലും ഷിഫയായില്ലെങ്കിലും ഷിഫയാകുന്നത് വരെ നമ്മൾ ഡോക്ടറുടെ ഉപദേശം കേൾക്കന്നെ വേണമല്ലോ. അപ്പൊ ഇല്ലന്റെ മാനക്കുള്ളത് തെറ്റാണ്. പിന്നെ ഓപ്ഷൻ ബി ശരിയാണ്. നമുക്ക് അവിടെയൊക്കെ ഒത്തുപോകാൻ അതിന് മുമ്പായിട്ട് ഓപ്ഷൻ സിയും ഡിയും നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, നമുക്ക് ഉറപ്പാണ്. നമുക്ക് അത് ശേഷം സിയും ഡിയും നോക്കാം, അതിനുശേഷം ബിയിലേക്ക് വരാം. ഔ ജാറത്ത് ജെറയുന്ന ഔ എന്തായാലും തെറ്റ്. കാരണം എന്താ? ജെറയാണെങ്കിൽ മജ്റൂറിന് ശേഷം ഒരു ഇസ്മ ഉണ്ടാവണം. ഇവിടെ ഔവിന് ശേഷമുള്ള യത്തീമ എന്നുള്ള ഫെയിലാണ്. അപ്പൊ എന്തായാലും അത് ഇസ്മ അല്ലാത്തതുകൊണ്ട് ജാറത്തായ ഔ തെറ്റാണ്. പിന്നെ ഓപ്ഷൻ ഡി നോക്കാം നമുക്ക്. ഓപ്ഷൻ ഡി എന്താണ്? ആത്തിഫത്ത്, അത്തഫൈ നൗബ്. അപ്പൊ അത്തഫൈ എന്തെങ്കിലും അർത്ഥം? ഇസ്തമി നുസ്ഹത്ത് തൊബീബ്, ഇത് എന്താണ്? ഡോക്ടറുടെ ഉപദേശം നന്നായിട്ട് ഷിഫയാകണം, അതും തെറ്റാണ്. ഔവ അത്തിഫിന്റെ അർത്ഥമാകുമ്പോ നീ ഡോക്ടറുടെ ഉപദേശം കേൾക്കണം, അല്ലെങ്കിൽ എന്താണ്? നിന്റെ രോഗം ഷിഫയാകണം. എന്താ രോഗം? ശരിക്ക് നമ്മള് സാഹചര്യം മനസ്സിലാക്കിയാൽ മതി. ഡോക്ടറുടെ ഉപദേശം ശരിക്ക് കേട്ടാലല്ലേ ഷിഫയാകുള്ളൂ. അപ്പൊ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി നോക്കാം നമുക്ക്. ഔ ബിമാന ഇലല്ലത്തി തൂജിബു നസ്ബ ബി അൻ മുദ്മറ, അതായത് ഒരു കളയപ്പെട്ട ഒരു അന്ന് കൊണ്ട് നിസ്ബ് നിർബന്ധമാക്കുന്ന, നിസ്ബ് ചെയ്യുന്ന ഒരു ഇലന്റെ മാനക്കുള്ള ഔ ആണ്. അപ്പൊ ഔവിന്റെ മാന ഇല എന്നാണ് കേട്ടോ. അപ്പൊ നോക്കിയാണ് നീ ഡോക്ടർ ഉപദേശം നീ ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ നീ നന്നായിട്ട് അനുസരിക്കണം, കേൾക്കണം. ഇലാ യത്തിമ്മ ഷിഫാക്കുക, നിന്റെ രോഗം ഷിഫയാകുന്നത് വരെ. ഓക്കെ, ഇലാ യത്തിമ്മ, ഇലാ അൻ യത്തിമ്മ എന്നുണ്ടാവും. ഒരു അന്ന മറിഞ്ഞിട്ടുള്ള നിസ്ബയും എന്തായാലും ഇലന്റെ മാനക്കുള്ള ഔവാണ്. നിന്റെ രോഗം ഷിഫയാകുന്നത് വരെ നീ ഡോക്ടർ ഉപദേശം നന്നായിട്ട് കേൾക്കണം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? കറക്റ്റ് ആപ്റ്റ് ആൻസർ ആണ്. കാരണം ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ഇല്ലന്റെ മാനക്കല്ല, ജാറത്തായ ഔവല്ല, ആത്തിഫത്തായിട്ടുള്ള ഔവല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ഓരോ ഹർഫുകൾ അത് എന്തിനു മാനക്കാണ്. നമ്മൾ ജസ്റ്റ് അതിനെ കുറിച്ച് പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല, സാഹചര്യത്തിന് മനസ്സിലായാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ലൈസ മിൻ മുസ്തലഹാത്ത് ഷെയർ, ഷെയറിന്റെ ടെക്നിക്കൽ ടേമുമായി ബന്ധപ്പെട്ടതല്ലാതെ എന്താണ്? ഖാഫിയ, ബൈത്ത്, മൻസില്, അത്തുലാ. ഓക്കെ, ഷെയറിന് ഖാഫിയ ഉണ്ടാവും. ഖാഫിയ എന്നല്ല, അതിന് അവസാനത്തെ ഹർഫ കൊത്തൂര എന്നുള്ളതാണ്. ബൈത്ത് ഉണ്ടാവില്ല, ഒരു ബൈത്ത് ഉണ്ടാവും. സദറും അജിസും കൂടി രണ്ട് പാർട്ടും കൂടെ കൂടി ചേർന്നാണ് ബൈത്താക്കാം.
പിന്നെ മൻസില് എന്തായാലും അതിന്റെ പെട്ടതല്ല. നമുക്ക് നാലാമത്തെ നോക്കാം. മത്തുല ഒരു തുടക്കം, ഫസ്റ്റ് മത്തുല തുടക്കം, ഫസ്റ്റത്തെ ഏത് ഷെയറിന് ഒരു തുടക്കം ഉണ്ടാവല്ലോ, മത്തുല ഉണ്ടാവുമല്ലോ. അപ്പൊ അത് അതിന് ഇസ്തിലാഹപ്പെട്ടതാ. അതല്ലാത്ത ഏതാണ് മൻസിൽ എന്നുള്ള, മൻസിൽ എന്നതാണ് ഷെയറിൽ ഉണ്ടാവും, ഷെയറിന് ഇസ്ലാഹ ബന്ധപ്പെട്ടതല്ല. Okay. ഇതേപോലെ ഇവിടെ ഇപ്പൊ ഷെയറിനെ വെച്ചിട്ടുള്ള ഇനി ചിലപ്പോ എന്താ നമ്മളെ സജിലുകള്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ മുവശഹാത്തൊക്കെ ഉണ്ടല്ലോ, മുവശഹാത്തിന്റെ കുറെ സംഭവങ്ങളുണ്ട്, ഹർജ, അതുപോലെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ബൈത്ത്, ആ സംഭവം അതൊക്കെ ഒന്ന് നോക്കി കേട്ടോ. ഇനി മുവശഹാത്തിന്റെ ഇസ്തിലാഹുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഏതാണ് സെലക്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെ വരും. അടുത്ത ഇംലൽ ഫറാഗ ബിൽ ഇബാറത്തി താലിയത്ത് ബിൽ ഖിയാൽ മുനാസിബ്. ഇത് ശേഷം ഒരാളെ പറ്റി പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ജീവചരിത്രം തന്നിട്ടുണ്ട്. എന്നിട്ട് അത് ആരാണ് ചോദിക്കുന്നത്. പുലിത ആരോ ഒരാളാണ്, അദ്ദേഹം കൈറോളിൽ ജനിക്കുന്ന 1838. ഇതന്നെ നമുക്ക് മതി ആൻസർ ആയിട്ട്. ഇപ്പൊ തയത്തന സൗഹർ ചെറുപ്പത്തിൽ തന്നെ യത്തീമായി വളർന്നു. ഫാത്തന ബിഹി ദവോഹുലി താലേ ബിഹി വതഖ്ഫീഹി. അദ്ദേഹത്തെ വിദ്യാഭ്യാസം പഠിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ നന്നായിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് പരിഗണിച്ചു. വൽതഹഖ മദ്രസത്തിൽ ഹർബിയ, സൈനിക സ്കൂളിൽ ചേർന്നു. സാഫറ ഇല ഇംഗ്ലത്തറ ഫ്രൻസ വദറസ നിദാമ ജയ്ഷിഹി. ഇംഗ്ലണ്ടിലേക്കും ഫ്രാൻസിലേക്കൊക്കെ പോയി അവിടുത്തെ സൈനിക സിസ്റ്റമൊക്കെ പഠിച്ചു. ലമ്മ ശബ്ബത സൗറത്തുൽ അറാബിയ കാന മിൻ ഖാഇദിൽ ഖവാരിഹ. അതായത് സൗറത്തുൽ അറാബിയയിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. ഫി തൊലിയാത്ത് ഷുറായിൽ ഹദീത്ത്. ആധുനിക കാലഘട്ടത്തിലെ ഷായരിങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. 1838 ജനിച്ച ആളാണ്, കൈറോയിൽ ജനിച്ച ആളാണ്, ചെറുപ്പത്തിൽ യത്തീമായ ആളാണ്, മദ്രസത്തുൽ ഹർബിയയിൽ പോയ ആളാണ്, അതുപോലെ തന്നെ സൗറത്തുൽ അറാബിയിലുള്ള ആളാണ് എന്നൊക്കെ പറയാതെ നമുക്ക് കറക്റ്റ് ആൻസർ നമ്മളെ മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ് അല്ലെ. 1838 to 1914 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. മദ്രസത്തുൽ ഹർബിയയിൽ പഠിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പത്തിൽ മരിച്ചിരുന്നു എന്നൊക്കെ. നമുക്ക് ഈ അഹമ്മദ് ഷൗക്കിക്ക് 1868 അദ്ദേഹം ജനിക്കുന്നത്. റഷീദ് സലീം ഹൂരി ആണെങ്കിലും അദ്ദേഹം അത് ഒരുപാട് വർഷം 1889 ആ കാലഘട്ടത്തിലാണ്. ഹാഫിൽ ഇബ്രാഹിം അതേപോലെ തന്നെ 870-71 കാലഘട്ടത്തിലാണ് ഹാഫിൽ ഇബ്രാഹിം മരിക്കുന്നത്. അവരുടെയൊക്കെ എത്രയോ മുമ്പ് ജനിച്ച ആളാണ് മഹ്മൂദ് സാമി അൽ ബാറൂദി എന്ന് പറയുന്നത്. 1839 കേട്ടോ, 914 അല്ല, 904. 1838-39 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അടുത്തായിട്ട് നാഖിദുൻ ബാരിസ് തറക്ക തദ്രീസ ഫിൽ അസ്ഹർ ലിയകൂന അവ്വലൽ ഉസ്താദ് ലിൽ അറബിൽ അറബി വ താരീഖ് ബിദാരിൽ ഉലൂം. വലിയ നാഖിദ്, നഖദിന്റെ ആൾപ്പെട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം അസ്ഹറിൽ കുറെ വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അസ്ഹറിലെ അദ്ദേഹത്തിന്റെ തദ്രീസ്, ആ ഒരു ടീച്ചിങ് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എവിടേക്ക് പോയി, ദാറുൽ ഉലൂം എന്ന് പറയുന്ന കൈറോയിൽ പുതിയൊരു സ്ഥാപനം വന്നപ്പോൾ അവിടുത്തെ ഒരു അറബ് സാഹിത്യത്തിലെ, അറബ് ചരിത്രത്തിലേക്ക് സാഹിത്യകാരന്മാരുടെ അതിലേക്ക് ഒരു പ്രൊഫസറാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയ ഒരാളാണ്. ആരാണ് ചോദിക്കുക? ഷൗക്കത്ത് റൈഫ്, മോനിമി ഹിലാല്, ഹുസൈൻ മർസൂഫി, മുഹമ്മദ് ഹുസൈൻ മർസൂഫിന്റെ ചരിത്രം പഠിച്ചപ്പോൾ പെട്ടെന്ന് 1888 അദ്ദേഹം മരിക്കുന്നു. 1890 കാലഘട്ടത്തിൽ അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് വർഷം അസ്ഹറിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ദാറുൽ ഉലൂം എന്ന് പറഞ്ഞ സ്ഥാപനം വന്നപ്പോൾ അവിടുത്തെ ആദ്യത്തെ അറബ് സാഹിത്യത്തിന്റെ ആദ്യത്തെ ഉസ്താദ്, ആദ്യത്തെ അധ്യാപകനായിരുന്നു നമ്മുടെ ഹുസൈൻ മർസൂഫി. ഓക്കെ, 1815 to 1889 കേട്ടോ. അത് സാഹിബ് ദറഇയാത്തി വൽ ഫുസൂൽ വൽ ഖവായാത്ത് ദീവാൻ റസാഇൽ റിസാല മുതലായ ഇതാര കിതാബ് ദറഇയാത്ത്, അൽ ഫുസൂൽ വൽ ഖവായാത്ത്, ദീവാൻ റസാഇൽ, റിസാലത്തുൽ മലായിക, ഇതിനൊക്കെ സാഹിബ് ആരാണ്? നമ്മളെ ഫസ്റ്റ് കൊണ്ട് നമ്മൾ പഠിച്ചാലാണ് അബുൽ അലാ അൽ മാറ്റി. അദ്ദേഹത്തിന്റെ കിതാബുകളല്ല. ഇബ്നു റൂമി, ജമീൽ ഇബ്നു അമർ മുത്തനബി, ഇവർക്കൊന്നും ഇങ്ങനെ കിതാബുകളില്ല. മാറ്റി തന്നെ വെറും ഷായറല്ല, നഫ്റിൽ ഒരുപാട് ഗ്രന്ഥങ്ങളിലാണ് അബുൽ അലാ അൽ മാറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ രചനകൾ സഖത്തു സിന്ദ, ലുസൂമിയാത്ത്, ദർഇയാത്ത്, ഫുസൂലുൽ ഗായാത്ത്, ദീവാനുർ റസായിൽ, റിസാലത്തുൽ മലായിക, റിസാലത്തുൽ ഗഫ്റാൻ, ദിക്റ ഹബീബ്, അബ്സുൽ വലീദ്, മുഅ്ജിസ് അഹ്മദ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളിൽപ്പെട്ട പലതുമാണ്. അപ്പൊ നമ്മള് അബുൽ അലാൽമാരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം വെറും ഷായർ മാത്രമല്ല, നസ്റിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ, റിസാലകളും ദീവാനുകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഇനി മാ അറാന നഖൂലു ഇല്ലാ മആറ ഔ മആദം മിൻ ലഫ്ദിന മക്റൂറ. ഒരു പ്രസിദ്ധനായ ഒരു ജാഹിലിയ ഷായറിന്റെ ഒരു ബൈത്താണത്. ഇത് ആരാണ് അങ്ങനെ ഇതിന്റെ ഇതാരാണ്? അപ്പൊ നമ്മള് ജാഹിലിയ ഷായരികൾ പഠിക്കുമ്പോൾ, ഹിസ്നിയാത്തൊക്കെ നോക്കുമ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഷീറുകളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാണ്ട് പഠിച്ചില്ലെങ്കിലും ഇയാൾക്ക് ഇങ്ങനെ ഒരു ബൈത്ത് ഉണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കുന്നത് ഉണ്ടാവും നിർബന്ധമായിട്ടും. കാരണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്, എല്ലാ എക്സാമിനും ചോദിക്കലുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് ബൈത്തുകൾ, ഈ ബൈത്ത് എന്നിട്ട് ഇത് ആരുടെ ബൈത്താണെന്ന് തന്നെ ചോദിക്കലുണ്ട്. നേരത്തെ ചോദിച്ചാൽ അന്തർത്തുൽ ഷദാദിന്റെ ബൈത്തിന്റെ ആശയം ചോദിച്ചു, അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഈ ബൈത്ത് എന്നിട്ട് ഇത് ആര് പാടിയതാണ്, ഇത് ഏത് വസിലുള്ള ബൈത്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സുഹൈർ നബി സുൽമാന്റെ ബൈത്തുകൾ, ഒരുപാട് ബൈത്തുകളിൽപ്പെട്ട ഒരു ബൈത്താണ് ഇത്. ഓക്കെ,
അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ ഏകദേശം എന്താ പറയുക 90 ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് റീഡിംഗ് കോമ്പ്രഹൻഷൻ ആണ്. പിന്നെ എന്തായാലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം റീഡിംഗ് കോമ്പ്രഹൻഷൻ നമ്മൾ എല്ലാ എക്സാമിനും മാറിക്കൊണ്ടിരിക്കും. അതിന് പ്രത്യേക ട്രിക്ക് കാര്യങ്ങളൊന്നുമില്ല. റീഡിംഗ് കോമ്പ്രഹൻഷൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്താണ്, ഒരുപാട് തവണ വായിക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നമ്മൾ അത് കൂടുതൽ അവിടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ 5 ക്വസ്റ്റ്യനുകളൊന്ന് വായിച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ പിന്നെയും പിന്നെയും വായിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനുകൾ ആദ്യം വായിച്ചു വെക്കണം. എന്നിട്ട് നമ്മളെ ഓരോരുത്തരും ഓരോ ഇതാട്ടോ, നമുക്ക് എക്സാമിന് ഏതാണ് നല്ലത്, നമ്മൾ എക്സാമിന് അനലൈസ് ചെയ്യല്ലോ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു മറ്റേ ലാസ്റ്റ് തരുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ, റീഡിംഗ് കോമ്പ്രഹൻഷൻ ക്വസ്റ്റ്യനുകൾ നന്നായിട്ട് ആൻസർ ചെയ്ത് പഠിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ വായിച്ച് വായിച്ച് നമ്മൾ എക്സാമിന്റെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാണിട്ട് നമ്മൾ സ്വന്തം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്, ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യൻ ഒരിക്കലും ആവർത്തിക്കൂല, അതുപോലത്തെ ക്വസ്റ്റ്യനുകൾ ആവർത്തിക്കൂല. റീഡിംഗ് കോമ്പ്രഹൻഷൻ എന്നുള്ളത് എല്ലാ പ്രാവശ്യവും ഡിഫറെന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇൻഷാല്ല നമ്മള് ഇപ്പൊ 2023 ജൂണിലെ 90% ക്വസ്റ്റ്യൻ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ 10 റീഡിംഗ് കോമ്പ്രഹൻഷൻ ആണ്, അത് നമ്മൾ സ്വന്തമായിട്ട് നോക്കാം. ഇൻഷാല്ല ഇനി നമുക്ക് അടുത്ത സെഷനുകളായിട്ട് ബാക്കിയുള്ള വർഷങ്ങളിലെ PVQകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് എജുവൈസിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളായിരിക്കും. എജുവൈസ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ എക്സാമിന് ഏകദേശം 1.5 മാസത്തിൽ താഴെ സമയമുള്ള സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുഴുവൻ ഇതുവരെ അവൈലബിൾ ആയ മുഴുവൻ മെറ്റീരിയലുകളും ക്ലാസ്സുകളൊക്കെ വെച്ചിട്ടുള്ള ക്രാഷ് കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരമാവധി സമയം ഉപയോഗപ്പെടുത്തി നിങ്ങൾ എന്ത് വില കൊടുത്തും പഠിക്കാൻ തയ്യാറാണ്, എക്സാം ക്രാക്ക് ചെയ്യാൻ തയ്യാറാണെന്നുള്ള ആളുകൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്താൽ ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഫുൾ ഫീസ് കൊടുത്താൽ കിട്ടുന്ന ഏകദേശം അതുപോലത്തെ എല്ലാ ക്ലാസ്സുകളും മെറ്റീരിയലുകളും അതിൽ അവൈലബിൾ ആണ്. ക്രാഷ് കോഴ്സിനെ പോലെ എല്ലാ ഏരിയയൊന്നും അവിടുന്ന് ഇവിടുന്ന് ടച്ച് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ മാത്രം, സാധാരണ ക്രാഷ് കോഴ്സുകളെ പോലെ എല്ലാ ഏരിയയൊന്നും കുറച്ച് കുറച്ച് ഷോർട്ട് ടെസ്റ്റിന് മാത്രം തരുന്ന ആ തരത്തിലുള്ള ക്രാഷ് കോഴ്സ് അല്ല, മറിച്ച് കോഴ്സ് കംപ്ലീറ്റ് മെറ്റീരിയലുകളും വീഡിയോസ് ഒക്കെ അവൈലബിൾ ആകുന്നതാണ്. ഇപ്പൊ 45 ദിവസം, ഇനി ബാക്കിയുള്ള 40 ചില്ലറ ദിവസം ഫുള്ള് എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ JRF വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ കോഴ്സിന് ചേർന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി, എല്ലാവർക്കും നല്ല രൂപത്തിൽ പഠിക്കാനും അതുപോലെ തന്നെ നല്ല സ്കോർ ചെയ്ത് നല്ല സ്ഥാനത്ത് ഭാവികളിൽ എത്തിച്ചേരാനും എത്തട്ടെ എന്നുകൂടെ ആശംസിച്ച് വാഫിർ ദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.